അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ വലിയ ശ്രേഷ്ഠതയേറിയ ഒരു സൂറത്താണ്. ഈ സൂറത്ത് നിങ്ങൾ വെറും 3 പ്രാവശ്യം ഓതിയാൽ മതി. അത് നിങ്ങൾ സുബ്ഹി നിസ്കാര ശേഷമോ അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇശാ മഗ്രിബിൻ്റെ ഇടയിലോ നിങ്ങൾ ഓതിയാൽ മതി. ഈ സൂറത്ത് ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് ഓതാം, അതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉമ്മയ്ക്കും ഓതാം. ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സൂറത്ത് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഓതാതെ പോകില്ല. അത്രയ്ക്കും വലിയ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഗുണങ്ങളും നിറഞ്ഞ അത്ഭുത സൂറത്താണിത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും എത്ര സമയമാണ് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത്. എന്നാൽ ഈ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും. ഇരുട്ടേറിയ നമ്മുടെ ഈ ജീവിതം വെളിച്ചമാക്കി തരുന്ന ഒരു സൂറത്താണ് ഇത്. ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിയാൽ തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ വലിയ ആപത്തുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കുന്നത് വരെയുള്ള സമയത്തിൽ നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ വരുന്നുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ടോ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്കുണ്ടോ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല മുൻകൂട്ടി വിധിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രയാസങ്ങൾ അല്ലാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ, വലിയ ആപത്ത് മുസീബത്തുകൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അപകടങ്ങൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ, വലിയ വലിയ രോഗങ്ങൾ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ വിധി മാറ്റി എഴുതും. നമ്മിലേക്ക് വരാൻ പോകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആപത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഈ സൂറത്ത് ഒരു വട്ടം നമ്മൾ ഓതിയാൽ മതി. ഇനി നിങ്ങൾ ഈ സൂറത്ത് 3 വട്ടം ഓതുകയാണെങ്കിൽ നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരാകും. ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് വിജയമാണ് അല്ലാഹു നൽകുക. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വീടുകളിലാണ് ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതുന്നതെങ്കിൽ പിന്നീട് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകില്ല, അവർക്ക് പിന്നീട് ദാരിദ്ര്യമുണ്ടാകില്ല. പണത്തിൻ്റെ കാര്യത്തിൽ മരണം വരെ അവർ പ്രയാസപ്പെടില്ല. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ മഞ്ഞ് പോലെ അലിഞ്ഞു പോകും. മാത്രമല്ല, നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ, അതായത് നിങ്ങൾ ഒരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒരു ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ ദുനിയാവിലെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് നിറവേറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. എന്നാൽ ഈ സൂറത്ത് നിങ്ങൾ 3 പ്രാവശ്യം ഓതുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ പണമുണ്ടാകും. പണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് വാങ്ങാം, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ അത് ഹലാലായ കാര്യമായിരിക്കണം. ഹറാമായ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പണം ചിലവഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമായിരിക്കും നൽകുക. ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓതുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ആരെങ്കിലും ഒരാൾ ഓതിയാൽ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. അല്ലാഹു അത് എടുത്തു കളയും. ഈ സൂറത്ത് ഓതുന്ന വീടുകളിൽ മാരകമായ രോഗങ്ങൾ അല്ലാഹു നൽകില്ല. മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് രോഗം. എന്നാൽ രോഗം ആ വീട്ടിൽ ആർക്കും നൽകില്ല. അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല ആ വീട്ടിലുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തും. മാത്രമല്ല, ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതുന്ന വീടുകളിൽ ആ ഓതുന്ന ആളെയും അതുപോലെ ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ കുടുംബ അംഗങ്ങളെയും മറ്റുള്ളവരുടെ സിഹറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, നാക്കേറിൽ നിന്നും, ശൈത്താനിയത്തിൽ നിന്നും, അസൂയാലുക്കളിൽ നിന്നും, ആളുകളുടെ വഞ്ചനയിൽ നിന്നും, ചതിയിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കും. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാ ദിവസവും ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതുന്ന സമയത്ത് നിങ്ങളുടെ എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളുണ്ടോ, ഉദ്ദേശങ്ങളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ,
അതൊക്കെയും നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല അത് മിന്നൽ വേഗത്തിൽ നിറവേറ്റി തരും. ഈ സൂറത്ത് നിങ്ങൾ 3 പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. എന്നാൽ 3 പ്രാവശ്യം ഓതിക്കൊണ്ട് ദുആ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സൂറത്ത് നിങ്ങൾ 3 വട്ടം ഓതുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും ജീവിതം. എല്ലാ ദിവസത്തിലെയും ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷമായിരിക്കും. ടെൻഷൻ ഉണ്ടാകുകയേയില്ല. മാത്രമല്ല, നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ വിജയമാണ് ആഗ്രഹിക്കുന്നത്, പരാജയം ആരും ആഗ്രഹിക്കില്ല. എന്നാൽ ഈ സൂറത്ത് 3 വട്ടം ഓതുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ മേഖലകളിലും, നിങ്ങളുടെ പ്രവൃത്തിയിലും, നിങ്ങൾ തുടങ്ങുന്നതിലും തൊട്ടതിലും എല്ലാം അള്ളാഹു വിജയം മാത്രമേ നൽകുകയുള്ളൂ. നമ്മുടെ ഈ ദുനിയാവിലെ ഈ ജീവിതം വളരെ കുറഞ്ഞ കാലമേ ഉള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ എത്രയോ സമയം നമ്മൾ ചിലപ്പോൾ ഖബറിൽ കിടക്കേണ്ടി വരും. എത്ര വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അവരൊക്കെയും ഇപ്പോൾ ഖബറിലാണ്. എന്നാൽ അവർ ഇവിടെ ജീവിച്ചത് ഏകദേശം ഒരു 70 വർഷമോ 80 വർഷമോ ഒക്കെ ആയിരിക്കും. അതൊക്കെ അധികമാണ്. ഒരു 60-70 മരണപ്പെട്ടു പോയവർ എത്രയോ ആളുകളുണ്ടാകും. എന്നാൽ അവർ മരണപ്പെട്ട് ഖബറിൽ കിടന്ന സമയം നോക്കുകയാണെങ്കിൽ, വർഷം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 500 വർഷം 1000 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. കുറച്ച് സമയം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ. എത്ര വർഷമാണ് അവർ ഖബറിൽ കിടന്നത്? അപ്പോൾ നമ്മുടെ ഖബർ ജീവിതം നമ്മുടെ ഈ ജീവിതത്തിനേക്കാൾ കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ പരലോക ജീവിതം അറ്റമില്ലാത്ത ജീവിതമാണ്. അവിടെ മരണമില്ല, അവിടെ അവസാനമില്ല, അന്ത്യമില്ലാത്ത ജീവിതമാണ്. അപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയാൽ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കണം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങന്മാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അനുജന്മാരുണ്ട്, നമ്മുടെ മക്കളുണ്ട്, എല്ലാവരുമുണ്ട്. എന്നാൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, ആരുമില്ല. എന്നാൽ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും 3 വട്ടം ഓതുന്ന ആളാണെങ്കിൽ ഖബറിൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് ഈ സൂറത്തുണ്ടാകും. ഈ സൂറത്ത് നിങ്ങൾക്ക് കൂട്ടായിട്ട് വരുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സൂറത്ത് എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഗ്ലാസ് ശുദ്ധവെള്ളം നിങ്ങളുടെ അടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞതിന് ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഊതുക. അത് ഗ്ലാസ് വെള്ളമാകണമെന്നില്ല, ഒരു പാത്രത്തിൽ വെള്ളം എടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് മന്ത്രിച്ച് ഊതിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക. എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം എല്ലാവർക്കും ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഈ സൂറത്ത് ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട്, അതായത് ഭർത്താവിന് ജോലി ശരിയാകാൻ, അല്ലെങ്കിൽ ഭർത്താവിന് ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടാൻ, സമ്പത്ത് വർദ്ധിക്കാൻ, ഭർത്താവിൻ്റെ കച്ചവടം പുരോഗതിയിലെത്താൻ, ബറക്കത്തുണ്ടാകാനൊക്കെ ഭാര്യയ്ക്ക് ഈ സൂറത്ത് ഓതിക്കൊണ്ട് 3 പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. അതുപോലെ തന്നെ മക്കളുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശരിയാകാൻ വേണ്ടിയിട്ടും, മക്കളുടെ കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടിയിട്ട് ഉമ്മാക്കും ഇത് ഓതാം. ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾ ശരിയാക്കാൻ, അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ സൂറത്ത് ഓതി ദുആ ചെയ്തത് അവരുടെ ആ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കും, അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിച്ചു കൊടുക്കും, അവരെ അള്ളാഹു വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി നമ്മൾ ഓതേണ്ട ആ മഹത്വമേറിയ സൂറത്ത് ഏതാണ് എന്ന് പറയാം. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്കാണ് നമ്മൾ ഇത്തരത്തിൽ എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓതേണ്ടത്. ഇനി 3 പ്രാവശ്യം ഓതാൻ സമയമില്ലാത്തവർ, ജീവിതത്തിൽ വലിയ തിരക്കുള്ളവർ എന്തു ചെയ്യുക? നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഓതാതെ പോകല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്ത് നമുക്ക് എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യം ഓതാൻ തൗഫീഖ് നൽകട്ടെ.
അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇഹത്തിലും പരത്തിലും അല്ലാഹു വലിയ വിജയത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.